അതിഥികൾക്ക് സദ്യയിൽ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്നതിന്റെ മര്യാദകൾ. അൽ അവ്വലു, ഒന്നാമത്തത് തഅജീലു തആമി ഫദാലിക മിൻ ഇക്റാമിൽ ദൈഫ്, ഭക്ഷണം പരമാവധി വേഗം കൊടുക്കുക എന്നുള്ളതാണ്. അത് അതിഥിയെ ആദരിക്കുന്നതിൽപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, മങ്കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ദൈഫഹു. നിങ്ങൾ പലപ്പോഴും കേട്ടതാണ്, അന്ത്യനാളിലും അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആള് തന്റെ ദൈഫിനെ, അതിഥിയെ ബഹുമാനിക്കണം എന്ന്. വമഹ്മാ ഹദറൽ അഖ്ദറൂന വആബ വാഹിദൻ വിത്നാനി, നമ്മൾ ക്ഷണിച്ച ആളുകൾ ഏകദേശം വന്നു 40 ആളെ ക്ഷണിച്ചു, 38 ആള് വന്നു, 2 ആള് ബാക്കിയുണ്ട് നോക്കുക. അങ്ങനെ ഉണ്ടായാൽ അനിൽ വഖ്തിൽ മൗഊദ്, ഒരു നിശ്ചയിച്ച സമയമുണ്ട്, ആ സമയത്തെ തൊട്ട് അവർ പിന്തി. എന്നാൽ ഫഹഖുൽ ഹാദിരി ബിത്തഅജീലി ഔലാ മിൻ ഹഖി ഉലൈക ബിത്തഅഖീർ, ഇപ്പോൾ ഇവിടെ ഹാജരായിട്ടുള്ള 38 ആളുകൾക്ക് സമയമായാൽ പിന്നെ ഭക്ഷണം കൊടുക്കുക എന്നത് ആ അവരുടെ ഹഖ് പാലിക്കലാണ്, അവർക്ക് വേണ്ടി പിന്തിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് എന്ന് പ്രത്യേകം പറയുകയാണ്. ഇല്ലാ അൻ യകൂനൽ മുതഅഖിറു ഫഖീറൻ ഔ യൻകസിറു ഖൽബുഹു ബിദാലിക, ആ വരാനുള്ള ആള് പാവം മനുഷ്യനാണ്, എന്നാൽ ലേശം ഒന്ന് കാത്തുക. ഇപ്പോഴത്തെ കാത്തുവിന് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒന്ന് വിളിച്ചിട്ട് പിന്നെ നിങ്ങൾ വരുവാനാ കാത്ത്, അന്നേരം അവര് പറയില്ല എന്ന് പറയില്ല, തീരെ അവഗണിക്കണ്ട. ഒന്ന് വിളിച്ചിട്ട് ഇവിടെ ആളുകളല്ലോ എത്തിയിട്ടുണ്ട്, ഏകദേശം എത്തിയിട്ടുണ്ട്, പിന്നെ നിങ്ങളെ പങ്കത്തെ എങ്ങനെ കാത്തു എന്ന് പറഞ്ഞിട്ട് അവരോട് സമ്മതം വാങ്ങിയാല് അത് കൂടുതൽ മനസ്സംതൃപ്തിയാണ്. അല്ലാഹ് എന്ന് പറഞ്ഞത് ആ അതിഥികൾ ആദരിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞതിന്റെ മാന അന്നഹും ഉക്രിമു ബിതഅജീലി ത്വആമി ഇലൈഹിം, അവർക്ക് വേഗം ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്തു. അതാണ് മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞത്, ഫമാ ലബിസ അൻ ജാഅ ബിഅജ്ലിൻ ഹനീർ, ഒട്ടും താമസിയാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നല്ല ഒരു പശുക്കുട്ടിയെ വേവിച്ചു കൊണ്ടുവന്നു കൊടുത്തു. അതുപോലെ എന്ന് മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. ഒരു സംഭവം തന്നെ പരിശുദ്ധ ഖുർആനിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത രൂപങ്ങളിൽ അവതരിപ്പിക്കാറുണ്ട്. അതിൽപ്പെട്ടതാണ് വളരെ പെട്ടെന്ന് അഹലിലേക്ക് ചെന്നുകൊണ്ട് പട്ടണം പാകപ്പെടുത്തി കൊണ്ടുവന്നു.